കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജാതി പറഞ്ഞിട്ട് തൊടാൻ പാടില്ല, തൊട്ടുകൂടായ്മ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റുമോ? ജാതി ഇല്ലാതാക്കാനുള്ള ഏറ്റവും നല്ല വഴി ഫുട്ബോളിനെ പ്രൊമോട്ട് ചെയ്യുകയാണെന്നുള്ളത് വിവേകാനന്ദന് അറിയാമായിരുന്നു. അല്ല, ആ പാരമ്പര്യം തുടർന്നു വന്ന് അതെവിടെയോ മുറിഞ്ഞുപോയി, അല്ല തുടരുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളിടത്താണ് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ. സത്യം പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഫുട്ബോൾ കൊണ്ടുവന്നതാണ്. ആ ബ്രിട്ടീഷുകാർ ഫുട്ബോൾ കൊണ്ടുവന്ന സമയത്ത് ആദ്യകാലത്ത് ഇന്ത്യക്കാരെ കളിപ്പിച്ചിരുന്നില്ല. ഹോക്കിയും അവർ തന്നെ കൊണ്ടുവന്നു. അതെ, ഹോക്കിയും ക്രിക്കറ്റും ഫുട്ബോളും എല്ലാം അവർ തന്നെയാണ് കൊണ്ടുവന്നത്. ആദ്യകാലത്ത് ഇവരെ കളിപ്പിച്ചിരുന്നില്ല, നമ്മൾ കളിക്കാനും പോയില്ല. ബ്രിട്ടീഷുകാർ കളിക്കും, ബ്രിട്ടീഷ് ഈ പ്രധാനപ്പെട്ട ഈ ആർമി ടീമൊക്കെ കളിക്കുന്നത് നമ്മൾ ദൂരെ നിന്ന് കാണും. അങ്ങനെ ഒരു ദിവസം ഒരു ടീം, ബ്രിട്ടീഷുകാർ കളിക്കുന്ന ഒരു ടീം ഇങ്ങനെ കളിക്കുന്നത് കണ്ടപ്പോൾ ആ സ്ഥലത്തേക്ക് കുതിരവണ്ടിയിൽ പോവുകയായിരുന്നു ഈ സർവാധികാരി. അന്ന് കൊച്ചുകുട്ടിയാണ്. ആ കുട്ടി ഞാനൊന്ന് കുറച്ച് നേരം കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് എന്താ പറയുക, ഈ കാണികളുടെ ഇടയിലേക്ക് നിന്നു. ഒരു പന്ത് വന്നത് ഇവൻ്റെ അടുത്തേക്കാണ്. അതായത് ത്രോ ലൈൻ കഴിഞ്ഞ് ഒരു പന്ത് ഇവനത് കയ്യിൽ പിടിച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാരനായ ഒരു കളിക്കാരൻ പറഞ്ഞിട്ട് എനിക്കിട്ടതാന്ന് പറഞ്ഞു. ഇവനത് അടിച്ചു. ഇന്ത്യക്കാരൻ ആദ്യത്തെ ഫുട്ബോൾ അടിക്കുന്നത് അന്നാണ്. ആ കുട്ടിയാണ്. ഇത് 19-ാം നൂറ്റാണ്ടിൽ സർവാധികാരി. അപ്പോൾ അതിനവന് വലിയ ആവേശമായി, ഭയങ്കര എല്ലാവരും കൈയടിച്ചു. കാരണം അവൻ ഫുട്ബോൾ അടിച്ചല്ലോ. ബ്രിട്ടീഷുകാർ മാത്രം തൊട്ടിരുന്ന ഫുട്ബോൾ അടിച്ചല്ലോ. ബ്രിട്ടീഷുകാർക്ക് സന്തോഷമായി, ഒരു കൊച്ചുകുട്ടി അടിക്കുന്നതല്ലേ. ഈ സന്തോഷത്തിലാണ് അവൻ സ്കൂളിൽ പോയി സ്വന്തം ഫുട്ബോൾ ക്ലബ്ബ് തുടങ്ങി. അങ്ങനെയാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഫുട്ബോൾ ക്ലബ്ബ് ഉണ്ടാകുന്നത്, ആ സ്കൂളിൽ വെച്ചാണ്. അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ പിൽക്കാലത്ത് അദ്ദേഹം വലിയ ക്ലബ്ബുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് സ്വാമി വിവേകാനന്ദനാണ് പിന്തുണ കൊടുത്തത്. അതാണ് അതിൻ്റെ അത് കൽക്കട്ടയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഒരു ആവേശകരമായ അറിവ്. ഒരു സമയത്ത് വളരെ അതിശക്തരായിരുന്നു. ഇപ്പോൾ ജർമ്മനി, ഹോളണ്ട്, ഇവരൊന്നും ഇന്നും ഇല്ല. ഇപ്പം അവർ ഇതിൻ്റെ ഫൈനൽസ് കളിക്കുന്നു, വേൾഡ് കപ്പ് കളിക്കുന്നു എന്നുള്ളതല്ലാതെ ജർമ്മനി ഔട്ടായി. അതെ, ഹോളണ്ട് ഔട്ടായി. അതെ, കാര്യം ജർമ്മനി എത്ര പ്രാവശ്യം, 3 പ്രാവശ്യം വേൾഡ് ചാമ്പ്യൻസ്. അതെ, ജർമ്മനി 4 പ്രാവശ്യം വേൾഡ് ചാമ്പ്യൻസ് ആയതാണ്. ഹോളണ്ട് 1 പ്രാവശ്യമായിട്ടുണ്ട്. അല്ല, ഹോളണ്ട് 3 വട്ടം റണ്ണറപ്പ് ആയിട്ടുണ്ട്, ഒരു തവണ 3-ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അതെ, പക്ഷേ ഹോളണ്ടിലാണ് അതിഗംഭീരന്മാരായ കളിക്കാരുണ്ടാക്കിയത്. അതെ, റൂട്ട് ഗുള്ളിറ്റ്, യോഹാൻ ക്രൈഫ്, യോഹാൻ നിസ്കൻസ്, റൂട്ട് ഗുള്ളിറ്റ്, ഒരുപാട് ഒരു ഗാലക്സി ഓഫ് പ്ലെയേഴ്സ് എന്ന് പറയാം ഉണ്ടായിട്ടുള്ളത് അവർക്ക്. അതെ, സത്യമാണ്. അല്ല, എന്ന് വെച്ചാൽ ആ യൂറോപ്യൻ പവർ ഫുട്ബോളിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായിരുന്നു ഈ 2 ടീമുകൾ. എന്താണ് ഇവരിപ്പം ഏതാണ്ട് ഇതിന്റെ നോവെയർ നിയർ. അതെ, ഇതിനേക്കാൾ ഒരു മോശമായിട്ട് ഒരു കഥ കൂടി പറയാനുണ്ട്. അത് ഇറ്റലിയാണ്. ഇറ്റലി 32-ലും വന്നു, 36-ൽ അവർക്ക് തന്നെയാണ് ലോക ചാമ്പ്യൻഷിപ്പ്. 82 പിന്നീട് 2006-ൽ കനവാരോ ഒക്കെ കളിക്കുന്ന കാലത്തും ബുഫൺ ഒക്കെയാണെന്ന് ഗോൾ കീപ്പറായിരുന്നത്. അതിനു മുമ്പ് 82-ൽ പോളോ റോസി കളിക്കുന്ന കാലത്ത് 4 വട്ടം ലോക ചാമ്പ്യന്മാരും പലവട്ടം റണ്ണറപ്പുമായിട്ടുള്ള ഇറ്റലിക്ക് പ്രവേശനമേ കിട്ടുന്നില്ല. ഈ 48-ൽ ഇതെന്തായിരിക്കും ഇനി ആ ഫുട്ബോളിൻ്റെ ഒരു പറഞ്ഞ പോലെ ശൈലി മാറിയത് കൊണ്ടോ അല്ലെങ്കിൽ പുതിയ ശൈലിക്ക് ഇവർക്ക് ഒപ്പം എത്താൻ കഴിയാത്തത് കൊണ്ടോ എന്തായാലും അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. അതിൽ പ്രധാനപ്പെട്ട കാരണം, ഇപ്പം ജർമ്മനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു റോങ് പോളിസി അവർ അഡോപ്റ്റ് ചെയ്തതാണ് പ്രശ്നം. അവർക്ക് പണമില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. അതെന്താണ് എന്തായെന്ന് വെച്ചാൽ, ഈ 2010-ൽ സ്പെയിനാണ് ലോക ചാമ്പ്യന്മാരായത്. ആ 2010-ൽ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ കളിച്ചതൊരു പ്രത്യേക ശൈലിയിലാണ്. ടിക്കി ടാക്ക എന്നാണ് അതിന് തമാശ പേര് പറയാറുള്ളത്. കൊച്ചു കൊച്ചു കുറിയ പാസുകൾ. ആ കുറിയ പാസുകൾ എതിരാളികൾക്ക് കിട്ടുകയേയില്ല. മിനിറ്റുകളോളമല്ല, ഒരു പക്ഷേ 15-20 മിനിറ്റ് എതിരാളിക്ക് പന്ത് തൊടാൻ പറ്റാതെ വെറുതെ തലയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുക എന്നല്ലാതെ എതിരാളിക്ക് തൊടാൻ പറ്റാതെ പന്ത് ഇങ്ങനെ മിഡ്ഫീൽഡിലെടുത്ത് കളിപ്പിക്കലാണ്. ലോങ് പാസിലാണെങ്കിൽ ഇത് പിടിച്ചെടുക്കാൻ പറ്റില്ല, കാരണം കൊച്ചു കൊച്ചു ഷോർട്ട് പാസുകളാണ്, തൊടാൻ കിട്ടില്ല. അതിൻ്റെ വൈദഗ്ധ്യം അതാണ് ഈ ടിക്കി ടാക്കയുടെ ഒരു പ്രധാനം. മിഡ്ഫീൽഡിലാണ് കളി നടക്കുക. വല്ലപ്പോഴും ഒന്ന് എതിരാളിയുടെ ഭാഗത്തേക്കും വരും, അല്ലെങ്കിൽ മിഡ്ഫീൽഡിലെ ഒരു കളിയാണത്. ഇതാണ് ആ കളിയുടെ പ്രത്യേകത. അങ്ങനെ ഇരുന്ന് എതിരാളിക്ക് മടുക്കുന്ന സമയത്ത്, അവരുടെ മനസ്സൊന്നും ഉറങ്ങുന്ന സമയത്ത് പോയി ഗോളടിക്കും. ഒറ്റ ഗോളേ ഉണ്ടാവുള്ളൂ, അത് മതി, ജയിക്കാനത് മതി. ഇങ്ങനെ ഒരു ശൈലി വന്ന സമയത്ത് എന്തുകൊണ്ടോ ജർമ്മനിയിലെ കോച്ചുമാർ നോക്കുന്ന സമയത്ത് തങ്ങൾക്ക് നല്ല മിഡ്ഫീൽഡ് കളിക്കാരില്ല, നല്ല ഫോർവേഡ്സ് ഉണ്ട്, ഈ ശൈലിയിലേക്ക് മാറാമെന്ന് വെച്ചു. അവിടുത്തെ അക്കാഡമികളിലൊക്കെ ഈ ശൈലി പിന്നെ പഠിപ്പിക്കാൻ തുടങ്ങി, നല്ല മിഡ്ഫീൽഡേഴ്സിനെ ഉണ്ടാക്കുക. പക്ഷേ ഒരു കാര്യമുണ്ട്, ജർമ്മനിയുടെ അന്നേ വരെയുള്ള എല്ലാ സ്ട്രെങ്ത്തും ഏറ്റവും ഭീകരമായി എക്സ്പ്ലോസീവ് തകർത്ത് ഗോളടിക്കാൻ പറ്റുന്ന ഫോർവേഡ്സ്. പവർ എന്ന് വെച്ചാൽ ഗോളടിക്കാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ ഭീകരമാണ്. ഇപ്പം ഗേർഡ് മുള്ളർ ആദ്യം അയാളായിരുന്നു ഏറ്റവും ആയിരുന്നത്.
തൊട്ട് പിറകെ വന്നത് നമ്മുടെ ക്ലോസെ, മത്തേയൂസ്, ലോതർ മത്തേയൂസ്, ഇങ്ങനെ ഒരുപാട് കളിക്കാർ, നല്ല കളിക്കാർ ഒരുപാട് പേര്, കാൾ ഹൈൻസ് റുമിനിഗ, റൂഡി വോളർ, ഒരുപാട് കളിക്കാർ അങ്ങനെ. ബെക്കൻ ബോവർ തന്നെ വാസ്തവത്തിൽ മിഡ്ഫീൽഡറാണ്, പക്ഷേ അദ്ദേഹവും ആക്രമിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രീതി. മിഡ്ഫീൽഡറായി അല്ലെങ്കിൽ പിറകിൽ നിൽക്കുന്ന ആളല്ല, അപ്പോൾ അദ്ദേഹം ആക്രമണം തുടങ്ങുന്ന മിഡ്ഫീൽഡറാണ്. ബെക്കൻ ബോവറിൻ്റെ കാര്യം പറയുമ്പം ക്യാപ്റ്റനായും കോച്ചായും ജർമ്മനിക്ക് കിരീടം മേടിച്ചു കൊടുത്താണ്. അതെ, ഇതെന്തെന്ന് വെച്ചാൽ ഈ ഫുട്ബോൾ അക്കാഡമികളൊക്കെ പെട്ടെന്ന് മിഡ്ഫീൽഡിലേക്ക് പ്രാധാന്യം കൊടുക്കുകയും ഫോർവേഡ്സിന് അത്രയധികം പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്ത സമയത്ത് അവർക്ക് തനതായ അവരുടെ ജീനിലുണ്ടായിരുന്ന ഒരു കല, ഗോളടിക്കാനുള്ള അതിഭീകരമായിട്ടുള്ളൊരു ക്രേവിങ് ഇല്ലാതായി. പുതിയത് വേണ്ടത്ര ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മാത്തെത്തിയതുമില്ല. സത്യത്തിൽ അവർ അവരുടെ സ്ട്രെങ്തിൽ ഉറച്ചു നിൽക്കണമായിരുന്നു. എന്നിട്ട് അത് കൂടെ മറ്റത് കൂടി വളർത്തിയെടുക്കണമായിരുന്നു. ഇത് ആ സ്ട്രെങ്ത് നശിപ്പിക്കുകയും ചെയ്തു, മറ്റത് കിട്ടിയതുമില്ല. ഇപ്പോൾ ഇത്തവണ തന്നെ അവർ 1-2 കളികളൊക്കെ തോറ്റു പുറത്താവുകയാണ് ചെയ്തത് ജർമ്മനി. ഈ ജർമ്മനി തോറ്റു പുറത്താവുന്ന സമയത്ത് പോലും 70% പൊസഷൻ അവരുടെ കയ്യിലാണ്. പന്തിൻ്റെ ഗോളടിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ പന്തിൻ്റെ പൊസഷൻ്റെ പെർസെൻറ്റേജ് എടുത്ത് നോക്കൂ, പന്ത് എപ്പോഴും ജർമ്മനിയുടെ കയ്യിലാണ്. അവരുടെ ഏറ്റവും വലിയ കഴിവ് ഗോളടിക്കാനുള്ള കഴിവായിരുന്നു, അത് അവർ കളഞ്ഞു. അതെ, ഇവർ ഈ ഗ്രൗണ്ട് മുഴുവൻ പന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് കഷ്ടി പെനാൽറ്റി ബോക്സ് വരെ എത്തിക്കും, തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവരും എന്നല്ലാതെ അവർക്ക് ഗോളടിക്കാൻ പറ്റുന്നില്ല. ഇത് വലിയ ദോഷം ചെയ്തു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്തവണ അവരുടെ കൂട്ടത്തിന് ഇപ്പോൾ ഫുൾക്രഗ് എന്ന് പറഞ്ഞൊരു കളിക്കാരനുണ്ട്. ആ ഫുൾക്രഗാണ് ഏതാണ്ട് നന്നായിട്ട് ഗോളടിക്കാൻ പറ്റുന്ന, അതായത് അവരുടെ പഴയ ശൈലിയിൽ കളിക്കുന്ന ആൾ. അയാളെ ടീമിലെടുത്തു പോലുമില്ല. അയാൾക്ക് ഒരു അവസരം കൊടുത്തിരുന്നെങ്കിലല്ലേ. ഗോള് കിട്ടാത്ത ജർമ്മനി ഏറ്റവും നന്നായിട്ട് ഗോളടിക്കാൻ കഴിവുണ്ടായിരുന്ന ഫുൾക്രഗിന് ടീമിൽ അവസരം കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ആരെയാ പിന്നെ കുറ്റം പറയേണ്ടത്? റോങ് പോളിസി എന്നല്ലേ. ഇതാണ് പ്രധാനമായിട്ടും ജർമ്മനിക്ക് പറ്റിയത്. ഇറ്റലിക്കും ഏകദേശം ഇതാണ്. അവരുടെ സ്ട്രെങ്ത് മറ്റൊന്നാണ്, അവരുടെ ഡിഫെൻസീവ് ഫുട്ബോളാണ്. അവരതും നഷ്ടപ്പെടുത്തി.